ഇപ്പോൾ പി കെ ശ്രീമതി ടീച്ചർ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീമതി ടീച്ചർ, നമ്മളിപ്പോൾ ഈ പി ആർ ചന്ദ്രൻ്റെ മകൻ അജിത്തുമായി സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അവർ പറയുന്നത് 2020 മരിച്ചുപോയതാണ് അവരുടെ അമ്മ. ഈ 5 വർഷം കഴിഞ്ഞിരിക്കുന്നു അമ്മ മരിച്ചുപോയിട്ട്. അപ്പോൾ ആ ഒരു പേരും അപ്പോൾ പി ആർ കൃഷ്ണൻ്റെ ഭാര്യയുടെ പേര് പി കെ ശ്രീമതി എന്ന് തന്നെയാണ്. അപ്പോൾ ആ പേരിലെ സാമ്യത ഉപയോഗിച്ചാണ് താങ്കൾക്കെതിരെ ഇങ്ങനൊരു അപവാദ പ്രചാരണം ഉണ്ടാക്കാൻ ഒരു കണ്ടന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് എവിടെ നിന്നായിരിക്കും ഇങ്ങനെ ഒരു ദുഷ്ടലാക്കോട് കൂടിയുള്ള ഒരു പണി ഉണ്ടായതെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഞാനിപ്പം ഈ പലരും എനിക്ക് അയച്ചു തന്നിട്ടുള്ള യൂട്യൂബിന്റെ വീഡിയോ ഇതും അതുപോലെ ജനം TV, കർമ്മ ചാനല്, പിന്നെ ഭാരത് ലൈവ്, ഇവരെല്ലാം എനിക്ക് അയച്ചു തന്നതാണ്. അപ്പൊ ഇതെല്ലാം കണ്ടപ്പോഴത്തേക്ക് ഞാനും അമ്പരന്ന് പോയി. ഇത് എന്താണ് ഇതിങ്ങനെ എന്നെ കുറിച്ച് ഇങ്ങനെ പറയാൻ? ഇത് ഒരു അടിസ്ഥാനരഹിതമെന്ന് മാത്രം പറയാൻ പറ്റാ, ഒരു കുലബന്ധം പോലും ഇല്ലാത്തൊരു കാര്യം എനിക്കെതിരെ ഒരു സാമ്പത്തിക ക്രമക്കേട്, ഒരു തട്ടിപ്പുകാരിയായിട്ട് എന്നെ സമൂഹ മധ്യത്തിൽ ചിത്രീകരിക്കുക എന്നൊക്കെ പറയുന്നത് എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല. മാത്രമല്ല, എന്റെ ഭർത്താവ് മരിച്ചിട്ട് ഇപ്പം അധികം നാളായിട്ടില്ലല്ലോ. അപ്പോ ഞാൻ ഏതോ ഒരു മനുഷ്യന്റെ ഭാര്യക്കാണല്ലോ ഇത് കിട്ടുക, ഇങ്ങനെ പെൻഷൻ വാങ്ങുന്നു എന്നൊക്കെ. എന്റെ ഭർത്താവ് അധ്യാപകനായിരുന്നു. അപ്പോ ഏതോ ഒരു MLA ആയിട്ടുള്ള ഒരാളുടെ, എനിക്ക് അറിയുകയും ചെയ്യില്ല, ഒരാളുടെ ഭാര്യ ആയിട്ട് ഞാൻ അഭിനയിച്ച് എന്നിട്ട് പെൻഷൻ വാങ്ങുന്നു എന്നൊക്കെയാണ് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുൻ ആരോഗ്യമന്ത്രി പി കെ ശ്രീമതി ടീച്ചർ തട്ടിപ്പുകാരി, അങ്ങനെ ഇങ്ങനെ ഒന്നും പറയാൻ ബാക്കിയൊന്നുമില്ല. അവരത്ര മോശമായിട്ടാണ് എന്നോടൊരു വാക്ക് പോലും ചോദിക്കണ്ടേ ഇതെന്താണ് എന്നുള്ളത്. അങ്ങനെ എന്തെങ്കിലും ഒരു 10 പൈസ ഗവൺമെന്റിൽ നിന്ന് അഹിതമായിട്ട് പറ്റുന്നുണ്ടോ, ഇങ്ങനെ വാർത്ത വരുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒന്നുമില്ല. അവരിപ്പോ 2-3 ദിവസമായിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പോലും. അപ്പൊ എനിക്ക് ഇങ്ങനെ അയച്ചു കിട്ടിയത് ഇന്നലെയാണ്. ഞാൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമ നടപടി സ്വീകരിക്കും, അതിശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, DGP ഇവർക്കെല്ലാം ഞാൻ വനിതാ കമ്മീഷൻ ഉൾപ്പെടെ പരാതി കൊടുക്കുകയാണ്. അത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ മാനനഷ്ടത്തിന് അത്രയേറെ അഭിമാനക്ഷതം എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറത്തൊന്നും ഇല്ലല്ലോ. സമൂഹ മധ്യത്തിൽ ഇകഴ്ത്തി കാണിക്കുക, ഏറ്റവും കടുത്ത അപമതിപ്പുണ്ടാക്കുക എന്നതാണല്ലോ ലക്ഷ്യം. ഇതിനപ്പുറത്ത് ഇനി അപമതിപ്പ് എന്താണ് ഉണ്ടാവാനുള്ളത്? ഇതിനെതിരെ ഞാൻ ഇതിപ്പോ ഒരു ചാനൽ, ഒരു മാധ്യമ സ്ഥാപനത്തിൽ ഈ വാർത്ത വന്നുള്ളത് മറ്റു മാധ്യമ സ്ഥാപനങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കൊക്കെ അപമാനമാണ്. എന്ന് വെച്ചാൽ താങ്കൾ മുൻ മന്ത്രിയാണ്, മുൻ MLA ആണ്, താങ്കൾക്ക് ഇനി ഭർത്താവിൻ്റെ പെൻഷൻ വേണോ വേണ്ട എന്ന് മിനിമം കോമൺ സെൻസോട് കൂടി ചിന്തിക്കാൻ പറ്റാത്ത ഒരു മാധ്യമപ്രവർത്തകൻ കൊടുത്ത വാർത്ത. നമ്മളിങ്ങനെ ഒരു ആരോപണങ്ങളൊക്കെ വരുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ആളുകളോട് വിളിച്ച് അതിൻ്റെ ഒരു സാങ്കത്യം അന്വേഷിക്കാറുള്ളൂ. ഇതുപോലും ഇല്ലാതെ ഈ രീതിയിൽ അങ്ങ് പടച്ചുവിടാൻ, ഇത്രയും ദുഷ്ടലാക്കോട് കൂടി ഒരു വാർത്ത പടച്ചുവിടാനുള്ള കാരണം ഞാൻ CPM-ന്റെ ഒരു പ്രവർത്തകയായി പോയി. അതന്നെ എങ്ങനെയാണ് പി കെ ശ്രീമതി എന്ന് കേൾക്കുമ്പോഴത്തേക്കും അത് കിട്ടിപ്പോയി, ഇനി എന്നാ തകർത്ത് കളയാം, സമൂഹത്തിൽ ഏറ്റവും നാണം കെടുത്താം എന്നുള്ളത് തന്നെ. മറ്റൊന്നും ചിന്തയില്ല, അത് തന്നെയാണ് ചിന്ത. അതാണ് അവരുദ്ദേശിക്കുന്നത്. ടീച്ചർ, ഇനിയിപ്പോൾ നിയമ നടപടികളിലേക്കൊക്കെ കടക്കുകയാണ്. ഇപ്പോൾ അജിത്ത് പറയുന്നുണ്ടായിരുന്നു എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് എന്ത് ഡാറ്റ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് തരും എന്ന് ഈ അജിത്ത് പറയുന്നുണ്ടായിരുന്നു. അത് എനിക്ക് നിയമസഭയിൽ നിന്ന് തന്നെ കിട്ടി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ സഹോദരനെ ആ കുട്ടീനെ ഞാൻ വിളിച്ചോളാം. ഞാൻ നിയമസഭയിൽ നിന്ന് തന്നെ എനിക്ക് ഔദ്യോഗികമായിട്ടുള്ള അതിന്റെ വിവരം കിട്ടി. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അതിന്റെ കോപ്പി വെച്ചിട്ട് DGP-ക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കുൾപ്പെടെ ആഭ്യന്തരമന്ത്രിക്കുൾപ്പെടെ ഇത് കൊടുക്കാനാണ് പോകുന്നത്. നന്ദി ടീച്ചർ, എന്തായാലും പ്രതികരിച്ചതിന്. താങ്കൾക്ക് വലിയ വിഷമം ഉണ്ടാക്കിയ ഒരു അപവാദ പ്രചാരണമായിരുന്നു അത്. എന്തായാലും ഇപ്പോൾ തൃശ്ശൂരിലെ മുൻ MLA ആയിരുന്ന പി ആർ കൃഷ്ണൻ്റെ ഭാര്യയുടെ പേര് പി കെ ശ്രീമതി എന്നായിരുന്നു. അവർ ഈ MLA-യുടെ പേരിൽ പെൻഷൻ മേടിച്ചിരുന്നു എന്നുമല്ല, നിലവിൽ മേടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ഒരു അപവാദ പ്രചാരണമാണ്, വ്യാജ വാർത്തയാണ് ഈ സംഘ് പരിവാർ അനുകൂല ചാനലിലും ഒപ്പം ചില യൂട്യൂബ് ചാനലുകളും നിരന്തരം കൊടുത്തുകൊണ്ടിരുന്നത്. അതിൻ്റെ സത്യാവസ്ഥ എന്താണ്, അങ്ങനെ ഒരു സംഗതി ഉണ്ടോ, പെൻഷൻ വാങ്ങുന്നുണ്ടോ, ഇതൊന്നും അന്വേഷിക്കാതെ, ഇതിൻ്റെ നിജസ്ഥിതിയിൽ എന്താണെന്ന് ഒരു തരിമ്പ് പോലും അന്വേഷിക്കാതെ പി കെ ശ്രീമതി ടീച്ചർ എന്ന ഒരു പേര് കേട്ട പാതി കേൾക്കാത്ത പാതി വാർത്ത കൊടുക്കുന്ന ഈ സംസ്കാരത്തെ നമ്മൾ എന്ത് വിളിക്കണമെന്നറിയില്ല. എന്തായാലും അത് വ്യക്തിപരമായി പി കെ ശ്രീമതി ടീച്ചർക്കുണ്ടാക്കിയ വിഷമവും വേദനയും ചെറുതല്ല. രാവിലെ അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വിതുമ്പുന്നത് നമ്മൾ കണ്ടതാണ്. അത്രയേറെ പ്രയാസമുണ്ടാക്കിയത് കൊണ്ട് മാത്രമാണ് അങ്ങനെ മുൻ മന്ത്രിയായ, മുൻ MLA ആയ, മുൻ MP ഒക്കെ ആയ
വളരെ കരുത്തുള്ള ഒരു വനിതാ നേതാവ് വന്ന് കരയേണ്ടി വന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അവർക്ക് വ്യക്തിപരമായി അത്രയും വലിയ വിഷമം ഉണ്ടാക്കിയത്. അതുകൊണ്ടും കൂടിയാണ് നമ്മളിപ്പോൾ ഈ PR കൃഷ്ണൻ്റെ മകൻ അജിത്തിനെ വിളിച്ചതും സംസാരിച്ചപ്പോൾ അവർ തന്നെ പറയുകയാണ് 5 വർഷം മുമ്പേ അവരുടെ അമ്മ മരിച്ചുപോയി, എന്നിട്ട് ഇപ്പോഴും ആ പേരിൽ പെൻഷൻ വാങ്ങുന്നു എന്ന് പറഞ്ഞ് ഈ രീതിയിലുള്ള വ്യാജ വാർത്തകൾ പടച്ചുവിടുന്നതിന് എങ്ങനെ മാധ്യമപ്രവർത്തനം എന്ന് വിളിക്കാൻ പറ്റും എന്ന ചോദ്യമാണ് ഇവിടെ ബാക്കിയാകുന്നത്.